പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നും നിങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ആൻറ്റിയുടെ സാക്ഷ്യം നമ്മൾ അല്പനിമിഷം മുമ്പ് കേട്ടിരുന്നതാണ്. എന്നാൽ കർത്താവ് വീണ്ടും തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഫാമിലി, കുടുംബത്തിൽ കർത്താവ് വീണ്ടും ഒരു അത്ഭുതം ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. ഈ ആൻറ്റിയുടെ പിതാവ് 3 മാസങ്ങൾക്കപ്പുറം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. എന്നാൽ ആ വേർപാടിൻ്റെ ഭാരത്തോടായിരിക്കുന്ന മാതാവ് പെട്ടെന്നുണ്ടായ ചില ഡിപ്രഷൻ മൂലം 4 തവണ ആത്മഹത്യ ശ്രമം ചെയ്തിരുന്നു. ആ സമയത്ത് അതിനെ ഓവർകം ചെയ്യുവാൻ മറ്റ് ക്രമീകരണങ്ങളൊന്നും കഴിഞ്ഞില്ല. എന്നാൽ ആലയത്തിൽ ഈ ആലയത്തിൽ തൻ്റെ മാതാവിനെ കൊണ്ടുവരികയും ഈ ആലയത്തിൽ വെച്ച് തന്നെ യേശു ആ മാതാവിനെ തൊടുകയും അതിനകത്ത് പൂർണ്ണ വിടുതലുണ്ടായ ഒരു സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. എന്തുവായിരുന്നു സംഭവിച്ചത്? വാപ്പ മരിച്ചതിന് ശേഷം മാനസികമായിട്ട് ഒരു ഡിപ്രഷൻ പോലെ ആയിരുന്നു. സ്തോത്രം. എപ്പോഴും കൂടെ ആള് വേണമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാൻ പറ്റത്തില്ല. മാറി കഴിയുമ്പോൾ അന്നേരം ആത്മഹത്യാ ശ്രമം. 40 തൊടിയുള്ളൊരു കിണറ്റിനകത്ത് ചാടി. അത് കഴിഞ്ഞിട്ട് കഴുത്തിങ്ങനെ കത്തി വെച്ച് കണ്ടിക്കാൻ ശ്രമിച്ച്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡിപ്രഷൻ്റെ ഈ മാനസികമായ മരുന്ന് കൊടുക്കുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സൈക്കാട്രിനെ കാണിച്ച് 1 മാസം വരെ അതിന്റെ മെഡിസിൻ കൊടുത്ത്. എന്നിട്ട് ഇവർക്ക് യാതൊരു വ്യത്യാസമില്ല. പരിസരക്കാരൊക്കെ സംസാരം അത് ഇതൊക്കെ ഒത്തിരി ഭാരത്തോടിരിക്കുന്ന സമയത്താണ് ഞാൻ ഉമ്മയെ കൊണ്ട് ആലയത്തിൽ വന്നത്. കർത്താവിന്റെ കൃപയായിട്ട് പാസ്റ്റർ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. അതിനുശേഷം ദൈവകൃപ. സ്തോത്രം. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമമോ ഒന്നുമില്ല. ഹല്ലേലൂയ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ആളിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആ പഴയ ഒരു വിഷയവും ഇല്ല. കർത്താവ് ഭയങ്കരമായ ഒരു അത്ഭുതം മാതാവിന്റെ മേൽ ചെയ്ത്. രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പം ആലയത്തിൽ വരണം, കർത്താവിനെ ആരാധിക്കണം, ആലയത്തിൽ കടന്ന് വരാനുള്ളൊരു ദാഹമാണ് ഇപ്പം മാതാവിന്. സ്തോത്രം. ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. സ്തോത്രം. ആമേൻ. ഈ ആന്റി പറയുന്നത് തൻ്റെ മാതാവ് ആ മരണത്തിന് ശേഷം, എൻ്റെ ഹസ്ബൻഡിന്റെ വേർപാടിന് ശേഷം പിന്നീട് തനിക്ക് മരിക്കണമെന്നുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു. 3 തവണയോളം മരിക്കാൻ വേണ്ടി ആത്മഹത്യാ ശ്രമം നടത്തിയ ആളാണ്. പക്ഷെ അവിടങ്ങളിലൊന്നും ഒരു കേടും തനിക്ക് ഉണ്ടായിട്ടില്ല. യേശുവിനെ പറ്റി തൻ്റെ അമ്മയോട് പറയുകയും ഈ ആലയത്തെ കൊണ്ടുവരിക ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നതല്ല എങ്കിലും ആ സമയത്ത് പൂർണ്ണ വിടുതൽ തനിക്ക് ഉണ്ടാകുകയും ഇപ്പോൾ താൻ പറയുന്നത് ആരാധനയ്ക്ക് വരാൻ, യേശുവിനെ ആരാധിക്കുവാൻ ഒത്തിരി കൊതി ആ മാതാവിനുണ്ടെന്നാണ്. ഇന്ന് ഇതേ ഡിപ്രഷനകത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവനാമത്തിൽ പറയാം, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന എല്ലാ ശൂന്യതകളും, ഭയം, എന്താ പറയുക, മരണം, ഈ കാലഘട്ടത്തിൽ ജനറേഷനുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് വളരെ പൈശാചിക അനുഭവങ്ങളിലൂടെ പോകുന്ന ഭവനങ്ങളുണ്ട്. പലർക്കും, പല മാതാപിതാക്കൾക്കും പുറത്ത് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഈ സാക്ഷ്യം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, കർത്താവെ, ഈ അസീന സിസ്റ്ററെ, മാതാവിനെ തൊട്ട യേശു എൻ്റെ ഭവനത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമെന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന്, ആമേൻ ആമേൻ, ഏത് പ്രയാസത്തിൽ ഇരിക്കുന്നോ ആ ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് വിശ്വാസത്താൽ യേശു എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണം, എൻ്റെ തലമുറയൊന്ന് തൊടണമേ, മദ്യത്തിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മറ്റ് റീ അഡിക്ഷൻ സെന്ററുകളിൽ പോലും തള്ളിയ കേസുകൾ പോലും ഇന്നും ഞങ്ങളുടെ മധ്യത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങളോടെ നിൽക്കുന്നു. ആ സാക്ഷ്യത്തിന്റെ അനുഭവത്തിൽ ഞങ്ങൾ സഭ ഒരുമിച്ച്, ദൈവദാസന്മാർ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആമേൻ ഏത് വ്യക്തി ആയിക്കോട്ടെ, പലർക്കും ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ ഈ കഴിഞ്ഞ നാളുകളിൽ പ്രത്യേകിച്ച് കുറെ സഹോദരന്മാർ, റീ അഡിക്ഷൻ സെന്ററിൽ നിന്ന് പോലും വന്ന സഹോദരന്മാർ ഇതിനകത്തുണ്ട്. മദ്യപാനത്തിന്റെ ആസക്തി മൂലം കുടുംബങ്ങൾ തകർന്ന, അല്ലെങ്കിൽ അതിനെ റെസ്റ്റോർ ചെയ്ത സഹോദരിമാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർ പറയുന്ന ഏറ്റവും വലിയ സാക്ഷ്യം, മറ്റാർക്കും അവരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചു, യേശു ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കുടുംബങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെയും കഴിയുന്നു. ഇതേ അസമാധാനത്തോടെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയാം, കർത്താവായ യേശുവിനെ നിന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയും, നിന്റെ തലമുറയുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. ഈ സാക്ഷ്യം നിങ്ങളെ ബലപ്പെടുത്തുന്നതായിരിക്കും. അടുത്ത മണിക്കൂറിൽ തന്നെ ചില തലമുറകൾ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സഭ പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന, ഈ പ്രയാസത്തോടെ വിമർശിക്കുന്നവരുണ്ടായിരിക്കാം, ചേർത്ത് നിർത്തേണ്ടവരുണ്ടായിരിക്കാം, പക്ഷെ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന ചില സഹോദരങ്ങളെ, കുടുംബങ്ങളെ കർത്താവായ യേശു തൊടട്ടെ. ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനകത്തുനിന്ന്, മരണഭയത്തിനകത്തുനിന്ന് ഈ സിസ്റ്ററിന്റെ മാതാവിനെ
യേശു പുറത്തു കൊണ്ടുവന്നെങ്കിൽ, കർത്താവെ, ജീവിക്കുന്ന യേശുവിന്റെ കരം ഈ സാക്ഷ്യം കേൾക്കുന്ന കുടുംബങ്ങളെ തൊട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.